വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ റഫായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലരും സ്റ്റക്കായി പോവാറുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ പറയുകയാണ്, ഒരു എക്സാമ്പിള്, അവൻ പോകും, നാളെ പോകും, അവൻ നാളെ പോകും, എങ്ങനെയാ പറയാ? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. വോ കൽ ജായേഗ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ആലോചിച്ച് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് റഫ് ടോക്കിൽ വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഡൗട്ട് അടിക്കും, നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ സെന്റൻസുകളുടെ പ്രാക്ടീസ് ആട്ടോ ഇന്ന്. വേറെ ഒന്നല്ല, ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യാനാ അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലോ. നീ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ അതിനെങ്ങനെ ഹിന്ദിയിൽ പറയാം? വളരെ എളുപ്പമാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒഴുക്ക് വരുമ്പോൾ നമുക്ക് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറെ സെന്റൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. ആദ്യം തന്നെ ഇത് തന്നെ ആയിക്കോട്ടെ. നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? അഗർ തുമ്നെ ഐസ ബോലാ തോ मैं क्या करूं? എന്താ? അഗർ തുമ്നെ ഐസ ബോലാ തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതാണ് അവിടെ അഗറിന്റെ യൂസ് വരുന്നത് കേട്ടോ. നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? मैं क्या करूं, मैं क्या करूंगा അല്ലെങ്കിൽ क्या करूंगी എന്നൊക്കെയാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇത്ര മാത്രം സംസാരിച്ചാൽ മതി കേട്ടോ. അഗർ തുമ്നെ ഐസ ബോലാ തോ मैं क्या करूं, മനസ്സിലായില്ലേ? അതുപോലെ എന്തെങ്കിലും ചെയ്യേ, എന്തെങ്കിലും ചെയ്യേ എങ്ങനെയാ പറയാ? കുച്ച് ബി കരോ, കുച്ച് ബി കരോ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യേ, അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. നല്ല രണ്ടർത്ഥത്തിലും പറയും അല്ലെ. നമുക്ക് ദേഷ്യം വന്നിട്ടും പറയും നമ്മള്, അതല്ലെങ്കിൽ നല്ല പൊളൈറ്റ് ആയിട്ടും പറയും അല്ലെ. താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ. ആക്കി മർജി കരോ, അല്ലെങ്കിൽ തുമാരി മർജി കരോ. അവിടെ മർജി എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ല. ആക്കി മർജി കരോ, താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. ആക്കി മർജി കരോ. ഇനി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എങ്ങനെയാ? നെയ്യത്തോ एक काम करो, नहीं है तो एक काम करो. ഈ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് പ്രാക്ടീസ് ആണ്. ഓക്കെ. നെയ്യത്തെ കാം കരോ, അവൻ അന്ന് പറഞ്ഞ പോലെ ചെയ്യും, അല്ലെങ്കിൽ അവൻ അന്ന് പറഞ്ഞിരുന്നത് പോലെ, പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം അതാണ് കേട്ടോ. അവൻ അന്ന് പറഞ്ഞിരുന്നത് പോലെ ചെയ്യും. എങ്ങനെയാ? പറഞ്ഞൊരു കാര്യത്തെ എങ്ങനെ നമ്മൾ സൂചിപ്പിക്കുക? ജോ വെച്ചിട്ടല്ലേ. ജോ ഉസ്നെ കഹാ താ, ജോ ഉസ്നെ കഹാ താ, എന്താണോ അവൻ പറഞ്ഞിരുന്നത് അതുപോലെ ചെയ്യൂ. വേസ കറോ, മനസ്സിലായോ? ജോസ്നെ കഹാത്ത വേസ കരോ, അവൻ പറഞ്ഞിരുന്ന പോലെ ചെയ്യൂ, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഇനി അതുപോലെ എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം, എങ്ങനെയാ പറയാ? മുജെ സബ് പത്താ ഹെ, മുജെ സബ് മാലൂം ഹെ, ഇതൊക്കെ പറയാ കേട്ടോ. മുജെ സബ് മാലൂം ഹെ, എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്ന, മനസ്സിലായോ? ഇനിയിപ്പോ അത് നീ അമ്മയോട് എന്തിനാ പറഞ്ഞേ, അല്ലെങ്കിൽ പപ്പോട് എന്തിനാ പറഞ്ഞേ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. നീ എന്തിനാ പറഞ്ഞത്? वो तुमने മമ്മാ സെ അല്ലെങ്കിൽ പപ്പാ സെ ക്യൂ ബോലാ, മനസ്സിലായോ? എന്തിനാണ് പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാട്ടോ. വോ തുമ്നെ മമ്മാ സെ ക്യൂ ബോലാ, അത് നീ മമ്മയോട് എന്തിനാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയാ ചോദിക്കുക? അഭി ഹം ക്യാ കരേംഗെ, അഭി ഹം ക്യാ കരേംഗെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലായോ? ഇനി അതുപോലെ സെന്റൻസ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. അവൻ എപ്പോ വേണമെങ്കിലും വരാം, അവൻ എപ്പോ വേണമെങ്കിലും വരാം, എങ്ങനെയാ? വോ എപ്പോ വേണമെങ്കിലും, കബീബി, വോ കബീബി ആസക്താ ഹെ, വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിലാട്ടോ. വോ കബീബി ആസക്താ ഹെ, അവൻ എപ്പോ വേണമെങ്കിലും വരാം എന്നുള്ള അർത്ഥത്തില്. ഓക്കെ. ഇനി അതുപോലെ തന്നെ തനിച്ചു പോകണ്ട, ഞാനും വരാം, എങ്ങനെയാ പറയാ? തനിച്ചു പോകണ്ട അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. അക്കേലെ മത് ജാന, അല്ലെങ്കിൽ ജാവോ, പോകണ്ട എന്നുള്ള അർത്ഥത്തിലാട്ടോ മത്ത് എന്നുള്ള പ്രയോഗം വരുന്നത്, അരുത്, അതാണ് കേട്ടോ. അപ്പൊ അക്കേലെ മത് ജാന എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. മേ ബി ആവുങ്ക അല്ലെങ്കിൽ ആവോങ്കി, സ്ത്രീയാണ് പറയണെങ്കിൽ മേ ബി ആവോങ്കി, ഞാനും വരാം എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പൊ അക്കേലെ മത് ജാന മേ ബി ആവോങ്കി, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഇനി താങ്കൾ ഇപ്പൊ എന്തിനാ വന്നേ അതിന് ചോദിക്കുക. താങ്കൾ ഇപ്പോൾ എന്തിനാണ് വന്നത്? ആപ് അഭി ക്യൂ ആയേ, ആപ് അഭി ക്യൂ ആയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ
താങ്കൾ ഇപ്പോൾ എന്തിനാണ് വന്നത്? ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ്. വളരെ റഫായിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നാൻ പാടില്ല നിങ്ങൾക്ക് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെന്റൻസുകളൊന്ന് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. ഇതൊന്നും കേട്ടിട്ട് ഇപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കയറി വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് പോരാവുന്ന സെന്റൻസുകളാട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്തൊക്കെ പറഞ്ഞേ? അപ്പൊ അഭി ക്യൂമായ, താങ്കൾ ഇപ്പോൾ എന്തിനാണ് വന്നത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇനിയിപ്പോ ഒരു സെന്റൻസ് നമ്മളിപ്പോ ആരോടെങ്കിലും പറയാണ്, ഇന്നല്ല നാളെ വാ. ഇപ്പൊ രാവിലെ ഒരാൾ വരുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വന്നായിരിക്കാം. അപ്പൊ ആളോട് പറയാണ് നമ്മള് പിന്നീട് വരാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പറയണ ഇന്നല്ല നാളെ എന്ന് പറയത്തില്ലയോ? ഇന്നല്ല നാളെ വാ. എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടാ അല്ലെ? ഇന്നല്ല ആജ് നഹി, നാളെ വാ കല്ലാവോ അല്ലെ? അപ്പൊ ഈ രണ്ട് സെന്റൻസിന് കൂട്ടി വെച്ചപ്പോ എന്തായി? ഇന്നല്ല നാളെ വാ, ആജ് നഹി കല്ലാവോ. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ വിളിച്ചിട്ട് വരണം. എങ്ങനെയാണ്? കോൾ കർക്കെ ആനാ ഹെ. വിളിച്ചിട്ട് വരണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. കോൾ കർക്കെ, ഫോൺ കർക്കെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കോൾ കർക്കെ ആനാ ഹെ, വിളിച്ചിട്ട് വരണം. ഓക്കെ, ഇനി അതുപോലെ ഇത് എവിടെയെങ്കിലും കിട്ടുമോ? ഇനി ചോദിക്കാം, ഇത് എവിടുന്നാണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇത് എവിടെയെങ്കിലും കിട്ടുമോ? ഒരു വസ്തു എവിടെയെങ്കിലും കിട്ടുമോ? എങ്ങനെയാ ചോദിക്കാം? യേ കൈ മിലേഗാ ക്യാ, യേ കൈ മിലേഗാ ക്യാ, അല്ലെ യേ കൈ മിലേഗാ എന്ന് ചോദിച്ചാലും എന്താണ്? അവിടെ ഒരു ക്വസ്റ്റ്യന്റെ ടോൺ ആണ് അല്ലെ? അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയി. അവിടെ ക്യാ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. യേ കൈ മിലേഗാ, ഇത് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, എനിക്കിത് അത്യാവശ്യമാണ്. എങ്ങനെയാ പറയാ? എനിക്കിത് അത്യാവശ്യമാണ്. മുജേ യേ അത്യാവശ്യം എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? ജറൂർ അല്ലെ? ജറൂരി ഹെ, അത്യാവശ്യമാണ്. മുജേ യേ ജറൂരി ഹെ, എനിക്കിത് അത്യാവശ്യമാണ്. ഇനി ആരോട് ചോദിക്കും? ആർക്കും അറിയണില്ല. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയാല്ലേ, നമുക്ക് അന്വേഷിച്ചൊന്നും കിട്ടുന്നില്ല. ആരോടിപ്പോ ചോദിക്കുക? ആർക്കും അറിയണില്ല. ഇനി പറയാം, ആരോട് ചോദിക്കും? ഓരോ സെന്റൻസിനും നിങ്ങൾ കട്ട് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. ആരോട് ചോദിക്കും? കിസ്സെ പൂച്ചും, പൂച്ചന ചോദിക്കുക. അപ്പൊ കിസ്സെ പൂച്ചും എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ആരോട് ചോദിക്കും. ഇനി എന്താ പറഞ്ഞ? ആർക്കും അറിയണില്ല. കിസിക്കോ ബി, ആർക്കും അറിയുന്നില്ല. നെഹി പത്ത, കിസിക്കോ ബി നെഹി പത്ത, ആർക്കും അറിയില്ല എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഓക്കെ, കിസ്സെ പൂച്ചും, ആരോട് ചോദിക്കും? കിസിക്കോ ബി നെഹി പത്ത അല്ലെങ്കിൽ നെഹി മാലൂം, ആർക്കും തന്നെ അറിയണില്ല എന്നുള്ള അർത്ഥത്തിൽ, അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഓക്കെ, കിസിക്കോ ബി നെഹി മാലൂം. ഇനി താങ്കൾക്കറിയാമോ? എങ്ങനെയാ? താങ്കൾക്കറിയാമോ? ആപ്കോ പത്താ ഹൈ ക്യാ, ആപ്കോ പത്താ ഹൈ ക്യാ അല്ലെങ്കിൽ മാലൂം ഹൈ ക്യാ, താങ്കൾക്ക് അറിയാമോ എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്താ? നീ എന്താ തിരയുന്നേ? നീ എന്താ തിരയുന്നേ? തിരയുക. തിരയുക എന്നുള്ള വാക്കിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡൂണ്ടിനാണ് കേട്ടോ. ഓക്കെ, ഒത്തിരി വാക്കുകളുണ്ട് ഓരോ അർത്ഥത്തിനും. പക്ഷെ നമ്മള് കോമൺ ടോക്കിൽ എന്താണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ക്യാ ഡൂണ്ട് റേ, ഡൂണ്ട് റേ ഹേ ഹോ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ആപ് ക്യാ ഡൂണ്ട് റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്താണ് തിരയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇനിയിപ്പോ അദ്ദേഹം തിരയുന്ന വസ്തു കിട്ടിയോന്നും ചോദിക്കണോ അല്ലെ? നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലേ, കിട്ടിയോ? കിട്ടിയോ എങ്ങനെയാ? മില ഏക്കയാ അല്ലെങ്കിൽ മില എന്ന് ചോദിച്ചാലും മതി കേട്ടോ. മില, കിട്ടിയോ എന്ന് ചോദിക്കുന്ന. ഓക്കെ, ഓക്കെ, കിട്ടിയോ? അപ്പൊ പറയാണ് ഇല്ല, കിട്ടിയില്ല. എങ്ങനെയാണ്? നഹിമില, നഹിമില. ഇനി എന്തെങ്കിലും ഒരു വസ്തു കേട്ടോ, ഞാൻ ഒരു വാക്ക് പറയാൻ വേണ്ടിട്ട് പറയാണ്. അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയാണ്. എങ്ങനെ പറയാ? അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവിടെ ഏത് വാക്കാ യൂസ് ചെയ്യണ്ടേ? മുങ്ങുക അല്ലെ? മുങ്ങുക എന്നുള്ള വാക്ക് ഡൂബ്ന എന്നാണ് പറയാ. അറിയാലോ? ഡൂബ്ന. അപ്പൊ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. എങ്ങനെയാ പറയാ? വോ പാനിമേ ഡൂബ് ഗയാ, പാനിമേ ഡൂബ് ഗയാ. എന്താണോ ഐറ്റം ആ ഐറ്റം കേട്ടോ. വോ പാനിമേ ഡൂബ് ഗയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ആ വെള്ളത്തിന്റെ താഴ്ചയുണ്ടല്ലേ, താഴ്ച. ഇപ്പൊ കുളോ അല്ലെങ്കിൽ കിണറോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ താഴ്ചേനെ പറയുന്നത്. ഇവണൊരു കുഴിയായാലും ആ താഴ്ചേനെ പറയുന്നത് എന്താണെന്നറിയോ? ഗഹ്ര. ഞാനിപ്പോ ചോദിക്കുകയാണ്, നല്ല താഴ്ചയുണ്ടോ? ബഹുത് ഗഹരിയേക്കാ, ബഹുത് ഗഹരിയേക്കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല താഴ്ചയുണ്ടോ എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയാ? ബഹുത് ഗഹരാ ഹെ, ബഹുത് ഗഹരാ ഹെ, നല്ല താഴ്ചയുണ്ട് എന്ന് പറഞ്ഞാണ്. ഇനി ഉത്തന നഹി, ഉത്തന നഹി എന്ന് പറഞ്ഞ എന്താ? അത്രയില്ല എന്ന് പറയത്തില്ലയോ?
സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന വാക്കുകളല്ലേ ഇതൊക്കെ. അത്രയില്ല. ഉത്തന നഹി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സെന്റൻസുകൾ നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക്. നമ്മൾ കുറെ പഠിച്ചു പറയാത്ത രീതിയിലുള്ള സെന്റൻസുകളാണ് ഇതൊക്കെ. എപ്പോഴും നമ്മളെ വായനയിൽ വീണുകൊണ്ടിരിക്കുന്ന വാക്കുകളല്ല സെന്റൻസുകളാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു സെന്റൻസ് ഞാൻ വേറെ എടുത്തിട്ട് വരാം. ഇപ്പൊ പറയണ ഒരു സാധനം കാണാണ്ടായിപ്പോയി, ഇനിയിപ്പോ വേറെ എടുത്തിട്ട് വരണം അല്ലെ. വേറെ എടുത്തിട്ട് വരാം. എങ്ങനെയാ പറയാ? മേ വേറെ ദൂസര. ഓക്കെ, മേ ദൂസര ലേക്ക് ആത്താവും, ലേക്കർ ആത്താവും, എന്ത് വേണേലും പറയാം കേട്ടോ. മേം ദൂസര ലേക്ക് ആത്താവും, ഞാൻ വേറെ എടുത്തിട്ട് വരാം. ഇനിയിപ്പോ എടുത്തിട്ട് വന്നിട്ട് പറയാണ് ഇത് മതിയോ എന്ന് ചോദിക്കത്തില്ലയോ? ഇത് മതിയോ? ഏ ബസ് ഏക്കിയാ? ബസ് നമ്മൾ സാധാരണ ബസ് എന്ന് പറയത്തില്ലയോ? അതാണ് നമ്മൾ മതി എന്നുള്ള വാക്കിന് ഹിന്ദിയിൽ പറയണേ കേട്ടോ. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ഏ ബസ് ഹേ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതിയോ എന്നുള്ളതാണ്. അവിടെ ഇവിടെ ഹേ ക്യാ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഏ ബസ് ഇത് മതിയോ, ആ ടോണിലാണ് ആ ക്വസ്റ്റ്യൻ വരുത്തണ്ടേ കേട്ടോ. ഏ ബസ് ഇത് മതിയോ, അല്ലെങ്കിൽ ഇത്രയും മതിയോ എങ്ങനെ ചോദിക്കുക? ഇത്രയും മതിയോ, വളരെ സിമ്പിളാ. ഇത്തന ബസ്, ഇത്തന ഇത്രയും അല്ലെ. ഇത്തന ബസ് ഇത്രയും മതിയോ എന്ന് പറയുന്ന. അപ്പൊ നമ്മൾ എന്താ പറയണേ? മതി. എങ്ങനെയാ പറയാ? മതി എങ്ങനെയാ പറയാ? ബസ് മതി. ഇനിയിപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും എന്തർത്ഥത്തിലും നമ്മൾ മതി എന്ന് പറയാനായിട്ട് ബസ് ഇത്രയും മതി എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ ബസ് എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഒരു സെന്റൻസ്, അതവിടെ വീണ് കിടക്കുന്നു. നമ്മൾ പറയുമല്ലേ എന്തെങ്കിലും വസ്തുവിന് വീണ്, അയ്യോ അതെ അത് ഇവിടെ വീണ് കിടക്കുന്നു കേട്ടോ. അപ്പൊ വീഴുക എന്നുള്ള വാക്ക് എന്താണ്? ഗിർന. വീണ് കിടക്കുക എന്ന് പറയുമ്പോഴോ ഗിർപട. അവിടെ ആ പട എന്നുള്ള വാക്കിന്റെ യൂസ് ആണ് വരുന്നത് കേട്ടോ. ഗിർപട. വോ വഹാ ഗിർപടാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വീണ് കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായോ? വോ വഹാ ഗിർപടാ ഹെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പട എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എന്റെ എല്ലാ ജോലികളും അങ്ങനെ തന്നെ കിടക്കുക. ഈ സെന്റൻസ് ഓർമ്മയുണ്ടോ? എന്റെ എല്ലാ ജോലികളും അങ്ങനെ തന്നെ കിടക്കുക. എങ്ങനെയാണ്? മേരെ സാരേ കാം വൈസേ ഹി പടേ ഹെ. ഓർമ്മയുണ്ടോ? എന്റെ എല്ലാ ജോലികളും അങ്ങനെ തന്നെ കിടക്കുക എന്ന് പറയുന്നതാണ്. അതാണ് ആ പട എന്നുള്ള വാക്ക് കേട്ടോ. മേരെ സാരേ കാം വൈസേ ഹി പടേ ഹെ. അപ്പൊ ഈ പട എന്നുള്ള വാക്കിന്റെ യൂസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ കിടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഗിർന പറഞ്ഞല്ലേ, വീഴുക. താഴെ വെള്ളം വീഴ്ത്തല്ലേ, നമ്മൾ മക്കളോടൊക്കെ പറയത്തല്ലയോ? താഴെ വെള്ളം വീഴ്ത്തല്ലേ. എങ്ങനെ പറയാ? താഴെ നീച്ചെ വെള്ളം പാനി വീഴ്ത്തരുത് എന്നല്ലേ. അപ്പൊ അവിടെ മത്തിന്റെ യൂസ് വന്നു അല്ലെ. മത് ഗിറാവോ. മനസ്സിലായോ? നീച്ചെ പാനി മത് ഗിറാവോ, താഴെ വെള്ളം വീഴ്ത്തരുത് എന്ന് പറയുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ വീഴ്ത്തല്ലേ. നീച്ചെ പാനി മത് ഗിറാവോ. ഇനി ഒന്ന് രണ്ട് സെന്റൻസ് കൂടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ആണ്. എന്താണ്? നല്ല ചൂടല്ലേ. നല്ല ചൂടാണ്. എങ്ങനെ പറയാ? ബഹുത് ഗർമി ഹെ. നല്ല ചൂട്. ബഹുത് ഗർമി ഹെ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സഹിക്കാൻ പറ്റണില്ല എന്ന് പറയാ അല്ലെ. സഹിക്കാൻ പറ്റണില്ല എങ്ങനെ പറയാ? സഹാനൈ പാരെ. സഹാനൈ പാരെങ്കിൽ സഹനൈ പാരെ എന്നൊക്കെ പറയാം കേട്ടോ. അതും അല്ലെങ്കിൽ സഹാനൈ ജാരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ലെന്നാ. മനസ്സിലായോ? നല്ല ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ബഹുത് ഗർമിയെ സഹാനൈ പാരെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്താ പറയാ? ഫാൻ ഒന്ന് ഓൺ ചെയ്യും, അല്ലെങ്കിൽ AC ഒന്ന് ഓൺ ചെയ്യും എന്നൊക്കെ പറയും അല്ലെ. ജറാ പങ്ക ചാലു കരോ, അല്ലെങ്കിൽ പങ്ക ചലാവോ എന്നൊക്കെ പറയാം കേട്ടോ. പങ്ക ചലാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിപ്പിക്കൂ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അവിടെ ഓൺ ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചാലു കരോ എന്ന് പറയുമ്പോഴും എന്താണ്? ഫാൻ ഓൺ ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാണ്. AC ചാലു കരോ, AC ഓൺ ചെയ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് റഫായിട്ട് നമ്മുടെ വായന്ന് വീണുകൊണ്ടിരിക്കുന്ന കുറെ സെന്റൻസുകളാണ് ഇത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പറയുക എന്ന് ചിന്തിക്കേണ്ട. പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ വായിൽ എന്താണോ വരുന്നത് അതിന് നമ്മൾ ഹിന്ദിയിലോട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വായിൽ എന്താണോ വരുന്നത് അതിനെ നിങ്ങളൊന്ന് ചിന്തിക്കാനായിട്ട് ഇത്രയും ക്ലാസ്സസ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് അറിയേണ്ടതാണ്. മനസ്സിലായോ? കാരണം ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. പക്ഷെ പ്രാക്ടീസിന്റെ കുറവുകൊണ്ട് പലർക്കും ഇത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. എന്നാൽ പോലും നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കയറി വരും. ഉറപ്പാണിത്. വളരെ സിമ്പിളാണ്. ഇതിന്റെ പ്രയോഗങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. സംസാരിച്ചു തുടങ്ങാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ അറിയുക, അറിയുന്ന കാര്യങ്ങൾ സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ചോദ്യം പറയാം കേട്ടോ. എനിക്ക് താങ്കളുടെ സഹായം വേണം.
എനിക്ക് താങ്കളുടെ സഹായം വേണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യുക, ഹിന്ദിയിൽ അയക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചത് എന്താണ്? എനിക്ക് ഈ ക്ലാസ് ഇഷ്ടമായി അല്ലെങ്കിൽ ഇഷ്ടമായില്ല അല്ലെ? അപ്പൊ പലരും അയച്ചിരുന്നു, ആരും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് അയച്ചില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ കക്ഷ എന്നാണ് ക്ലാസ്സിന് പറയാ കേട്ടോ. മുജെ യേ കക്ഷ ബഹുത് പസന്തായി. ഈ കക്ഷ എന്നുള്ള വാക്ക് സ്ത്രീലിംഗ വേർഡാണ്. അപ്പൊ പസന്തായ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ. മുജെ യേ കക്ഷ ബഹുത് പസന്തായി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറയുന്നതാണ്. അതല്ലെങ്കിൽ അച്ചി ലഗി എന്നും പറയാം, നന്നായി തോന്നി എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അവിടെ ഇഷ്ടമായി എന്നുള്ള അർത്ഥത്തിലും ഈ അച്ചി ലഗി എന്നുള്ളത് വരും കേട്ടോ. മുജേ കക്ഷ അച്ചി ലഗി എന്നും പറയാം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.